ഒരു സിനിമയ്ക്ക് വന്നു ഞാൻ ഒരു റിവ്യൂ പറയുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞില്ല. കാരണം ഗോട്ടെന്ന സിനിമയ്ക്ക് പോലും ഞാൻ റിവ്യൂ പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം സൂര്യയിൽ നിന്ന് ഞാൻ ഇങ്ങനെ നമ്മുടെ സംഭവം പ്രതീക്ഷിക്കില്ല. ആരാധകരെ വരുന്നുണ്ട് തെറി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നിങ്ങളത് ഈ സിനിമ ഇനി കണ്ടിട്ട് എല്ലാവരും പ്രേക്ഷകർ 10 പൈസയ്ക്ക് ഉള്ളില്ല ഈ സിനിമ. കാരണം ഒരു മനുഷ്യ ഈ സിനിമ കാണാൻ ഉണ്ടാവില്ല. ഈ നിൽക്കുന്ന ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു റിവ്യൂസ് എങ്കിലും യൂട്യൂബിൽ ഈ പടത്തിന് അനുകൂലം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതോടുകൂടി റിവ്യൂ പറയുന്നത് ഞാൻ തിയേറ്ററിൽ നിർത്തും. ഞാൻ ഉറപ്പ് ഞാൻ പറയുന്നു. ഇതോടുകൂടി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എത്ര ആരാധകർ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ സിനിമ എന്തും മോശമായിട്ടായിരിക്കണം. തിയേറ്ററിനകത്ത് തെറി വിളിക്കുകയായിരുന്നു. കാരണം ഫോൺ എടുത്ത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്. കാരണം യാതൊരുവിധ ലോജിക്കും ഇല്ല. കാരണം ഈ ശിവ എന്ന് പറയുന്ന ഡയറക്ടർ, വിശ്വാസം എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടതല്ലേ, എന്ത് മികച്ച സിനിമ എടുത്ത ഡയറക്ടറാണ്. ഇത്രയും പൊട്ട കഥയ്ക്കൊക്കെ വന്നിട്ട് അത് വലിയൊരു ആംബിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് 4-3-7 ക്രൗഡിനെ വെച്ചൊരു സിനിമ എടുത്ത് 350 കോടിയെന്ന് 10 പൈസ അരി മേടിക്കാൻ കിട്ടില്ല പ്രൊഡ്യൂസർക്ക്. ഉള്ള കാര്യം പറഞ്ഞു. കാരണം ഞാൻ മാപ്പ് പറയണ പ്രൊഡ്യൂസറിനെ ഇത് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള സിനിമ എടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കരുത്. എന്തിനാ ഇങ്ങനെ പറ്റിക്കണേ? കുഴപ്പമില്ല, പടം പോരെ. അപരാധം അസഹനീയം, ഒരു രക്ഷയില്ല, തീരെ സഹിക്കാൻ പറ്റില്ല. സൂര്യയുടെയും 2 ക്യാരക്ടറും ശോകമായിരുന്നു. ഈ വർഷത്തെ ഡിസാസ്റ്റർ തന്നെ ഞാൻ തോന്നുന്നു. ഒരു രക്ഷയില്ല, രക്ഷപ്പെടാൻ എല്ലായിടത്തും ഒരു രക്ഷയില്ല. വൻ ചതിയായിപ്പോയി. ഇപ്പൊ കാണാൻ പോകുന്നവരൊക്കെ എല്ലാവരും ശോകമായിരിക്കും. ഒന്നുമില്ല പറയാൻ. 3D വർക്കായിട്ടുണ്ട്. സ്റ്റോറി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും തരംതിരിക്കാൻ പറ്റില്ല. രണ്ടും അപരാധമാണ്. ശിവ പിന്നെയും ചതിച്ച് 2000 കോടിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു. 200 കോടി പോയിട്ട് എല്ലായിടത്തും ഫ്ലോപ്പ് ആയിരിക്കും. സ്വന്തമായിട്ട് ചെയ്താണ്. അതെ, പെട്ടെന്ന് അത് മുടി വാടകയ്ക്ക് എടുത്താണ്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തതാണ്. പേര് ജിതിൻ. അതെ, കോഴിക്കോട് കല്ലായി. അതെ 4 മണിക്ക് ഷോ. ഇന്നലെ വന്നാണ്. ഇവിടെ തന്നെ വരാൻ കാര്യം ഇവിടെയാണല്ലോ ക്രൗഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാൻ ബേസ് ആയിട്ട് വലുതായിട്ട് തോന്നിയിട്ടില്ല. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറാണ്. പെർഫോമൻസ് അടിപൊളിയാണ്, ഒന്നും പറയില്ല. അതറിയാലോ, നമ്മൾ കണ്ടതാണല്ലോ. നമുക്കിനി പ്രതീക്ഷിക്കാം. അതിപ്പോൾ ഓരോരുത്തരെ ഇതുപോലെ ഇരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതെ, ഇതിലും ഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സെക്കൻഡ് പാർട്ട്. ക്യാമൊക്കെ അടിപൊളി. കാർത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻട്രി ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചില്ല. ഒരു അടിപൊളി മേക്ക് ഓവർ ആയിരുന്നു. പടം കുഴപ്പമൊന്നുമില്ല. സൂര്യയുടെ വെറൈറ്റി പടം. അതിൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇത് വെറൈറ്റി പടമാണ്. കുറേ പടം ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് അതിൻ്റെ ഇത് കണ്ടപ്പോൾ, പിന്നെ 3D ആണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. ഗ്രാഫിക്സും അതിൻ്റെ ഇതൊക്കെ റൈസായിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നു സൂര്യയിലെ ഇതിൽ വെറൈറ്റി ആദ്യമായിട്ടൊരു പടം വന്നത്. ഇപ്രാവശ്യം അത് 100ൻ്റെ മേലെ കയറും. കുഴപ്പമൊന്നുമില്ല. ഇത് കിടക്കാഴ്ചയിട്ടുണ്ട് പടം. പിന്നെ ഇന്ത്യൻ നടൻ ബോബി ഡിയോൾ, അതും വില്യമാറൻ, ബോബി ഡിയോൾ, പിന്നെ ഇംഗ്ലീഷുകാരൻ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെറൈറ്റി പടമാണ് സൂര്യയുടെ ഇതിൽ കരിയറിൽ. ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൂര്യയുടെ ഈ പ്രാവശ്യം 100ന് മേലെ പൊളിച്ചടിക്കി. പടം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പടം പോലെ ചെയ്ത് വെച്ചേക്കുന്നത്. ഹോളിവുഡ് ടച്ചാണ്. ഫ്രെയിം എല്ലാം അടിപൊളിയാണ്. സ്റ്റണ്ടൊക്കെ പക്ക. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. അടിപൊളി. സൂര്യനുണ്ട്, നടിപ്പൻ അഭിനയം തന്നെയാണ്. പിന്നെ കാർത്തി സാറ്, പിന്നെ എല്ലാവരും നല്ലവർക്ക് അഭിനയിക്കും. പണർക്ക് ഇപ്പോൾ തുറുമ്പ സ്റ്റൈലിഷ് ഫൈറ്റ്, ഡാൻസ്, പാട്ട് എല്ലാം കൊണ്ട് തന്നെ സൂര്യ സാറിൻ്റെ ഒരു 1 മാൻ ഷോ പെർഫോമൻസ് എല്ലാവരും കണ്ടിപ്പോൾ പടം കാണണം. കഥ ഒരു വയലൻസ് ഉണ്ട്. കണ്ടിരിക്കുക. 18 വയസ്സ് കഴിഞ്ഞവർക്ക് കണ്ടിരിക്കാം. കുട്ടികൾ 3D ആണല്ലോ. 3D ആണുണ്ട്. ഡ്യൂറേഷൻ കൂടുതലുണ്ട്, മാത്രം ഉള്ള കുറവുള്ളൂ. ബാക്കി കുഴപ്പമില്ല. കണ്ണോട് വെച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 4 മണിക്കായതുകൊണ്ട് കുറച്ച് ഉറക്കം വന്നൊക്കെ വന്നു. കുറച്ചൊക്കെ ഓവറോള് എൻഗേജിങ് ആണ്. ത്രില്ലിംഗ് ഉണ്ട്, ഫാന്റസി ഉണ്ട്. കണ്ടിരിക്കാം. പോട്ടെ. പടം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കഥകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇനി ഇതിന്റെ വീണ്ടും ഒരു പാർട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അനിയൻ കയറി വരുന്ന ഒരു എൻട്രി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അനിയനല്ലേ വരുന്നേ? അടിപൊളിയായിരുന്നു. ഓക്കെ.